ഖത്തർ ആക്രമിച്ചതിൻ്റെ തൊട്ട് പിറകെ ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിന് ഇല്ല എന്ന് മാത്രമല്ല പറയുന്നത്, തങ്ങളുടെ എതിരാളികളെ അവർക്ക് സംരക്ഷണം നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് താവളം നൽകുകയോ ചെയ്യുന്ന ഏത് രാജ്യമായാലും ഞങ്ങൾ ഇനിയും ആക്രമിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് ഒരു ചെറിയ ത്രെട്ടല്ലല്ലോ ഈ രാജ്യങ്ങൾക്കൊന്നും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എത്രത്തോളം ഈ അമേരിക്കൻ ബന്ധം തുടരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇതിനോട് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ഇനിയും ആക്രമിക്കും എന്ന് ഒരു രാജ്യം, അതും ആക്രമിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു രാജ്യം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഇനിയും ഇതൊക്കെ സഹിച്ചിരുന്നോളാം എന്ന് ഈ രാജ്യങ്ങൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഈ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ഈ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന്. ഇതാരാ കാണിച്ചു കൊടുക്കുന്ന ആരാ? ഇപ്പോൾ ഈ പിന്നെ ഖാസിം സുലൈമാനിയെ വധിച്ചതാരാ? അമേരിക്ക. അന്ന് അതിന് നേതൃത്വം കൊടുത്താരാ? ട്രംപാണ്. മനസ്സിലായി? അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തും ആരെ വേണമെങ്കിലും കൊല്ലുന്നതിന് പിന്നെ പരിശീലനം നേടിയിട്ടുള്ള, നമ്മളിപ്പോൾ നിരന്തരം പറയുന്ന പോലെ അതൊരു കലയായി വികസിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ ഒത്താശയോട് കൂടിയിട്ടാണല്ലോ ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. അമേരിക്ക കാണിക്കുന്നതല്ല ഇസ്രായേലും കാണിക്കും. അങ്ങനെയാണല്ലോ, കൊമ്പം പോകുന്നത് മോഴയ്ക്കും വഴിയെന്ന് പറയുന്ന പോലെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അമേരിക്ക കാണിക്കുന്നതും അമേരിക്കയുടെ പിന്നെ പിന്തുണയോടുകൂടി ഇസ്രായേൽ കാണിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ചൈനയാണെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യ ആണെങ്കിലോ കാണിച്ചു നോക്കട്ടെ, ഇവരുടെ പ്രതികരണം എന്തായിരിക്കും? ഇവരുടെ പ്രതികരണം ഇതായിരിക്കത്തില്ലല്ലോ. അതായത് ഈ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തി ആളുകളെ, നിരപരാധികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ വധിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ലെബനനിൽ അവർ കുറച്ചാളിന് മുമ്പ് ഈ പേജർ പിന്നെ തകർത്തുകൊണ്ട് എത്രയോ ആളുകളെ കൊന്നു, നിരപരാധികളെ എത്രയോ ആളുകൾ അതിലൂടെ മരിച്ചു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്തും ചെയ്യാം, അമേരിക്കയെ പിന്താങ്ങി നിൽക്കുന്ന അമേരിക്കയുടെ പിന്തുണയുള്ള രാജ്യങ്ങൾക്ക് എന്തും ചെയ്യാം. അന്തർദേശീയ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. നമുക്കറിയാം, ഈ കെ ടി മുഹമ്മദിന്റെ ഒരു നാടകത്തിൽ ഒരു കഥാപാത്രം പറയുന്ന ഒരു വാചകമുണ്ട്, ഈ നിയമം എന്ന് പറയുന്നത് ചിലന്തിവല പോലെയാണ്. ആ ചിലന്തിവലയിൽ ചെറിയ പ്രാണികൾ വീണാൽ ചിലന്തി അത് വന്ന് അതിനെ കഴിച്ചുകൊണ്ട് പോകും. എന്നാൽ ഈ ചിലന്തിവലയിൽ വലിയ പ്രാണികൾ വീണാൽ ആ ചിലന്തിവല തന്നെ പൊട്ടിപ്പോകും എന്ന് പറയുന്ന പോലെയാണ് അന്തർദേശീയ നിയമം. അന്തർദേശീയ നിയമങ്ങളും അന്തർദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാണ്. കൊച്ചു രാജ്യങ്ങൾക്കെല്ലാം അന്തർദേശീയ നിയമം ബാധകവും, വലിയ രാജ്യങ്ങൾ, അതായത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് അന്തർദേശീയ നിയമം ഒട്ടും ബാധകവുമല്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള വാസ്തവത്തിൽ ഒരു മുന്നണിയോ അല്ലെങ്കിൽ ശബ്ദമോ ആണ് ലോകത്തൊട്ടാകെ ഉയർന്നു വരേണ്ടത്. ഇത് അമേരിക്കയുടെ വളരെ നഗ്നമായ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അത് അവരുടെ ഈ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദേശ നയമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പശ്ചിമേഷ്യ എന്ന് പറയുന്ന പ്രദേശത്തെ നിയന്ത്രിക്കുന്നതിനും അധിനിവേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തുന്നതിനും വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും നിലനിൽക്കുന്നിടത്തോളം കാലം പശ്ചിമേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത്, അത് പ്രത്യേകിച്ച് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാലും ചെയ്യാത്ത, ആരാലും തടുക്കാനാവാത്ത ഈ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.